അപ്പൊ ഒന്നുകൂടെ നമ്മളുടെ മനസ്സിൽ കിടക്കട്ടെ, അനുവദനീയമാണ്, പുണ്യകരമാണ് എന്നൊരു വിധി എവിടെ ഇല്ല? അള്ളാന്റെ ദുനിയാവിലില്ല. അപ്പൊ ആ ഇല്ലാത്തൊരു വിധി ആര് പറയണ്ട്? അത് കേട്ടോ. മഹാത്മാക്കൾക്ക് അല്ലാഹു നൽകുന്ന മുഅ്ജിസത്ത് കറാമത്ത്, ആ കറാമത്ത് മുഅ്ജിസത്തിന്റെ അടിസ്ഥാനത്തിൽ മഹാത്മാക്കളോട് നമ്മൾ ചോദിക്കുന്നു, മഹാത്മാക്കളോട് നമ്മൾ അപേക്ഷിക്കുന്നു, അവരോട് തേടുന്നു. ഇതിനാണ് ഇസ്തിഗാസ എന്ന് പറയുന്നത്. സഹായ തേട്ടം എന്നാണ് ഇതിന്റെ മലയാളത്തിലുള്ള അർത്ഥം. സഹോദരന്മാരെ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാട് നമുക്കറിയാം. അത് പുണ്യകർമ്മമാണ്, അനുവദനീയമാണ്. പുണ്യകർമ്മമാണ്, അനുവദനീയമാണ്. പുണ്യകർമ്മമാണ്, അനുവദനീയമാണ് എന്നാണ് ഇത് സംബന്ധമായി അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ കേട്ടല്ലോ, പുണ്യകരമാണ്, അനുവദനീയമാണെന്നൊരു വിധി അള്ളാന്റെ ദുനിയാവിലില്ല. എന്ന ഇസ്തിഗാസയെ കുറിച്ച് ഇവരുടെ ഉസ്താദ് തന്നെ പറഞ്ഞെന്താ? ഇസ്തിഗാസ അനുവദനീയമാണ്, പുണ്യകരമാണ്. അപ്പൊ ഈ വിധി എവിടെ നിന്ന് വന്നു? അള്ളാന്റെ ദുനിയാവിന്നല്ലേ? എ പി ഉക്രൂലിയാരുടെ ദുനിയാവിന്നാ വന്നത്? ഈ വിധി എവിടുന്നാ വന്നത്? ഒരേ വിഷയത്തില് ഇവര് പറയുന്ന വിധി കണ്ടില്ലേ? ഒരാൾ പറയുന്നത് ഇത്തരത്തിലൊരു വിധി അനുവദനീയമാണ്, പുണ്യകരമാണ് എന്ന് പറയുന്ന ഒരു വിധി അള്ളാന്റെ ദുനിയാവിലില്ല. അത് മൂപ്പര് പറയാൻ കാരണം മൂപ്പര് വേറെ ഗഫലത്തിലായിരുന്നു. മൂപ്പര് ആ സന്ദർഭത്തിൽ വേറെ എന്തോ ചിന്തയിലായിരുന്നു. നാക്ക് കടിക്കണ കോലത്തെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇവിടെ ഈ ചർച്ച നടക്കുന്നത്. ഗഫലത്തൊക്കെ മാറി നോക്കുമ്പോൾ ആരൊക്കെയോ ജായിസ്, മുബാഹ്, അനുവദനീയം, പുണ്യം എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് കയറി ഒരു അഭിപ്രായം അങ്ങോട്ട് പറഞ്ഞതാ, പെട്ടുപോയതാ. അത് പറഞ്ഞപ്പോ തന്നെ നമ്മുടെ ഭാഗത്ത് നിന്ന് പറഞ്ഞു, നിങ്ങൾ കുടുങ്ങിയിട്ടോ. കാരണം ഈ ഇതേ വിധി നിങ്ങളുടെ ഉസ്താദുമാർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കുടുങ്ങിയിട്ടോ എന്ന് അവിടുന്ന് പറഞ്ഞതാ. പക്ഷെ കേട്ടില്ല. പിന്നെ അതിന്റെ മുകളിൽ മസിൽ പിടിച്ചോണ്ട് വന്നു. ഇനി അത് രണ്ടും നിങ്ങൾ കാണുമ്പോൾ നിങ്ങളൊരു കാര്യം കൂടെ മനസ്സിലാക്കണം. തലേക്കെട്ട് കെട്ടല് പോയത്തം പറഞ്ഞവർക്ക് പറ്റിയതല്ല എന്ന് പറഞ്ഞ അതേ വാക്ക് ഉസ്താദ് സ്വീകരിച്ചിട്ടുണ്ട്. അതും കൂടെ ഒരുമിച്ചൊന്ന് കണ്ടുനോക്കുങ്ങൾ. പുണ്യകർമ്മമാണ്, അനുവദനീയമാണ് എന്നാണ് ഇത് സംബന്ധമായി അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് പറഞ്ഞിട്ടുള്ളത്. അനുവദനീയമാണ്, പുണ്യകർമ്മമാണ് എന്നൊരു ഹുക്കം അള്ളാന്റെ ദുനിയാവിലില്ല. 5 ഹുക്കുമല്ലേ ഉള്ളൂ. അനുവദനീയമാണ്, പുണ്യകർമ്മമാണ് എന്നൊരു ഹുക്കുമില്ല. പുണ്യകർമ്മമാണ്, അനുവദനീയമാണ് എന്നാണ് ഇത് സംബന്ധമായി അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് പറഞ്ഞിട്ടുള്ളത്. അനുവദനീയമാണ്, പുണ്യകർമ്മമാണ് എന്നൊരു ഹുക്കം അള്ളാന്റെ ദുനിയാവിലില്ല. 5 ഹുക്കുമല്ലേ ഉള്ളൂ. അനുവദനീയമാണ്, പുണ്യകർമ്മമാണ് എന്നൊരു ഹുക്കുമില്ല. പോയത്തം പറയുന്നവർക്ക് യോജിച്ചതല്ല തലയെക്കെട്ട്, അത് തലതുറന്നിടലാണ്. പോയത്തം പറയുന്നവർക്ക് യോജിച്ചതല്ല തലയെക്കെട്ട്, അത് തലതുറന്നിടലാണ്. പോയത്തം പറയുന്നവർക്ക് യോജിച്ചതല്ല തലയെക്കെട്ട്, അത് തലതുറന്നിടലാണ്. ഏതായാലും കുരുത്തവും പൊരുത്തോളം ഉസ്താദും ശിഷ്യനും പറ്റും. ശിഷ്യൻ പറഞ്ഞ തലയെക്കെട്ട് അയക്കാൻ പറഞ്ഞു, മൂപ്പൻ അങ്ങോട്ട് അയച്ചു. കാരണം പോയത്തം പറഞ്ഞവർക്ക് പറ്റിയ പണിയല്ല അത്. അതുകൊണ്ട് തന്നെയാ അത് ശിഷ്യനും കൂടെ ഏറ്റെടുത്ത പണി തീർന്നു. നമ്മുടെ പരിപാടി കഴിഞ്ഞു, പ്രശ്നമില്ല.